കൈതപ്പുലിയെ കൊടുത്ത് കായ് വാങ്ങി ഇതൊന്നും മനസ്സിൽ ഏറ്റെടുക്കൂല. ഇതോ എന്താ ഇജ്ജ് പറയണേട്ടാല് ഇജ്ജ് മാത്രമേ 1ാം ക്ലാസ് പോയിട്ടുള്ളല്ലോ. വേറെല്ലൊക്കെ വെച്ച് കുറ്റിപ്പന്തൊക്കെ നടക്ക അല്ല ചൈനക്കണ്ട. ഞാൻ പറഞ്ഞോ കേട്ടോ ഈ ഇച്ചുണ്ടല്ലോ എന്റെ ഈ വയറ്റലിങ്ങനെ കാണുമ്പോ ഇജ്ജ് 2 മുടുകേറ്റ് വന്നിക്കാണ്ട് അഞ്ഞില് മേലെ ഇനി ഒരാളില്ലാന്ന് എന്റെ നാളെ വരുന്ന ഈ കയറ്റുമൊക്കെ വന്നിട്ടിട്ടാണ് ഈ കയറുമ്പോ കിട്ടുന്നത്. വേറെ എവിടെയും കൊണ്ട് ഇത് പോയിക്കോളി. യൂട്യൂബില് കണ്ടാണ് അതൊക്കെ ചെലപ്പോ ഉണ്ടായിക്കോ. എന്റെ സ്ഥലം നേടുവാ പേജ് പിന്നെ കാണാനായിട്ട് വന്ന ഈ തൊണ്ട് ഈ എല്ലാം കൊണ്ട് കാണാൻ വേണ്ടി ഒന്നും വാങ്ങാൻ വന്നല്ലേ. ഫോൺ ചെയ്യണ്ടേ എന്ത് മനസ്സിലാച്ചിട്ട് വന്നിക്കാണ്ട് ചെറുക്കാൻ മാറ്റി കൂട്ടി കൊണ്ടേക്കാണ്ട് ഈ ചേടക്കാരെ കൊണ്ടിട്ട് നമ്മള് കാക്കാനെ നോക്കി കാക്കാനെ എനിക്ക് ഒരു പൊടിക്ക് സ്നേഹമില്ല. ഒരു പൊടിക്ക് സ്നേഹമില്ല. ഉണ്ടെങ്കിൽ ഫോൺ ചെയ്ത് കാക്ക ഞാൻ അങ്ങനെ വന്നിട്ട് നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വാങ്ങാനോ വരുന്നു എന്ന് പറയണം. ഇതിന്റെ ഒരു പേരെക്കൊണ്ട് പ്രായമുള്ളല്ലോ. എന്തേ അല്ല 4 മണി കയറ്റി കായിനാക്കം കിട്ടുമല്ലോ. കായിനാക്കം കിട്ടും. അതിന് വെച്ചിട്ട് പണിയാണ് 4 കൂടി കയറ്റാം. ഒരു 30 മൂട്ടോണ്ടില്ലേ. അപ്പൊ ഈ മനുഷ്യന്മാര് തലക്ക് സുഖമില്ലെങ്കിൽ എന്താ മനുഷ്യന്മാരേട്ടാ ആർക്കും അതിന് പൈസക്ക് ആക്കാൻ നോക്കണേ. ഒരു 10-200 ഒരു വണ്ടിക്ക് ഏറെ കൊടുക്കണീന് ഒരു മൂട്ട വണ്ടിയിലും 3 പോതുവിന്റെ വണ്ടി ഇങ്ങനെ പൊന്തി ഇങ്ങനെ എന്താ മനുഷ്യന്മാർക്ക് കുറച്ചൊക്കെ തലിൻ്റെ ഉള്ളിൽ മസാല അത് എങ്ങനെ നാക്കാലി കൊണ്ടുവയ്ക്കുക. ഇത് 100 റുപ്യ ആക്കം കിട്ടും, അതിൽ 200 റുപ്യ ആക്കം കിട്ടും. അതിന് വേണ്ടി പിന്നെ കൊടുത്തവരെ പണ്ടാറടക്കം പറയാം. എത്ര ആൾക്കാരെ പറഞ്ഞവരെ ഞങ്ങൾ കജ്ജും കല്ലും കയറ്റുന്നു ഇറക്കിയപ്പോ മുലക്ക് മുറിയായി. ഇത് വെക്കുമ്പോ 4 എണ്ണെന്നില്ലേ പറമ്പ് ഉണ്ടാവുള്ളൂ. ഇത് കലം മാന്തി പൊളിച്ചിട്ട് കാര്യമില്ല. മോല് വാങ്ങിയ മട്ടപ്പോലെ കൊണ്ടുപോകാൻ പോയിക്കണം. നിങ്ങൾ ചന്തിക്കട് വരിക നേരെ പോയി കിടക്ക് ചന്തിക്ക് വന്ന് കണ്ടുങ്ങളെ ജിഞ്ചക്കായൊന്നും കണ്ടു പോയിക്കോ. ജെർമേറ്റൽമല സീറ്റിലും ഇല്ല. ആ 90 കിലോ കിട്ടും. ഇപ്പൊ വെറുതെ വെച്ചിട്ട് അതിന് വെറുതെട്ടേ 18 കിട്ടുമോ തരില്ലോ. 60 കിലോനല്ലേ അതോ എങ്ങനെ 65 കിലോ ഉണ്ടോ? 60 എന്നല്ലേ. അതിനൊന്നും നീക്കി ഒഴിവാക്കാൻ ഉണ്ടാവില്ല. അയച്ചു പറയട്ടെ. അത് കൊടുത്ത് പെയ്ക്കോളിയുടെ എപ്പോഴും വെറുതെ നിന്നത് അവിടെ എണ്ണ അറുത്തുകാണ്ട് ഇറച്ചിയാക്കി കൊടുത്തൂടെ. ഒരു 10 റുപ്യ കിട്ടിക്കോളൂ. ഇന്നേറ്റ് ചേമ്പ് വരച്ച നിന്നിട്ട് എന്തിനാ? കാക്കാ ശരി ഒരു 10-40-45 ദിവസം കഴിഞ്ഞാൽ നോലുമ്പ് അടുത്ത ചെറിയൊരു ചേട്ടപ്പച്ചി തൊട്ട് നിർത്തുമ്പോ കുട്ടികൾക്ക് പോയി പാത്രമായിട്ട് 5 മണി 5:30 മണി സമയത്തിന്റെ കുട്ടികളെ പാത്രത്തിൽ പോയി വെക്കാറുള്ളൂ. ആ സമയത്ത് ഉള്ളോലും കൊടുക്കൂല. അപ്പൊ ചുണ്ടും ചെറിയ ഉണങ്ങുമ്പോ നമ്മളും വാങ്ങും. തമാസാറില്ല. അപ്പൊ നമുക്ക് എത്ര വില എടുത്താലും ആ സമയത്ത് പച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ ഒരു ചേട വാങ്ങിക്കോട്ടെ നിർത്തിക്കളി. അത് 30 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ തന്നല്ലേ. അപ്പൊ ഒരു 10-500 കുറച്ചുകാലം ഞാൻ തന്നെ എന്റെ കായി. പിന്നെന്താ പോലെ നീരും മീൻ പോലെ എടുത്തിട്ട് പിന്നെ കുറച്ച് വേറെ കൊടുക്ക. അത് ശരി. അല്ല കച്ചവടം അങ്ങനെ തന്നെയാ. നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയണ്ടേ. നിങ്ങളിപ്പോ പച്ചുണ്ടായിട്ട് ഒരു മാസം കറന്നിട്ട് 10,000 വേറെ കിട്ടുമോ? കിട്ടൂല. കുറച്ചേ വെക്കണം. ഇഞ്ചി അടുത്ത് ഫോൺ നമ്പർ ഇല്ല. ഞാൻ ഇങ്ങനെ വീട്ടുകൾക്കൊക്കെ ഫോൺ നമ്പർ കൊടുക്കാൻ കുത്തിക്കുന്ന ആളെ ഞാൻ അവിടെ കന്നുക്ക നിൽക്കണം. ഞങ്ങൾ ഇന്റെ നമ്പർ തന്നെ അല്ല. ഇന്റെ നമ്പർക്കൊക്കെ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ നാട്ടാടെ വന്നിക്കാൻ ആദ്യം ചോദിച്ച് ബുക്കിച്ചണം. അല്ല അതിങ്ങനെ തരാൻ അത്ര ഡിമാൻഡ് പറഞ്ഞ ആൾക്കാരൊന്നും അല്ലേ. എന്താക്കാ അയാളെ തോണ്ടിക്കാൻ ചോടിലേസം കമ്മി. ഇയാളെ മാന്തി ഇയാളെ
ഓ നിങ്ങളിപ്പോ ഒരു 6 മാസം ചേനയായ ഒരു പൈക്കുട്ടി, നിങ്ങളൊരു 6 ലിറ്റർ പാലിട്ട പൈക്കുട്ടി നിങ്ങൾ അതിലേറെ വേണ്ട. നിങ്ങളെ 40, 41 നല്ല കുത്തനെ എണ്ണ പോനങ്ങൾക്ക്. ഓ നിങ്ങളൊരു ബുളിച്ചുമൊക്കെ നിങ്ങൾ മാറ്റച്ചതിലേറെ വേണ്ട, അതിലേറെ വേണ്ട. ബുളിച്ചുമൊക്കെ എന്തിനാ ബുളിച്ചു നോക്കിയിട്ടൊന്നുമല്ല. ഇത്ര മസാല ചേർത്ത ആൾക്കാർ ഇപ്പോഴും ഇതിനുള്ളിൽ വരുന്നുണ്ടല്ലോ. തമാസ പറയല്ല. ഇയാളൊരു ബുളിച്ചുമൊക്കെ ഇയാൾ പറയുക ഇതിലേറെ വേണ്ട, ഇതിലേറെ ഒന്നും വേണ്ട, ഒരു ഉറുപ്പ കൂട്ടിച്ച് വേണ്ട. പക്ഷെ അയാൾക്ക് കിട്ടിച്ച് മുണുങ്ങാച്ചിട്ട് ചോറച്ച കച്ചോറ് പോയിനാട്ടിമാര് അതിലെ പോകും, ഇതിലെ വരും, ഇതിലെ പോകും, അതിലെ പോകും, വന്നാലും ഉറപ്പ് നോക്കാലും പെടല്ലോ. തമാസ അറിയില്ല. ആവശ്യമില്ലാത്തന്നെ അവർ പോയാ പോരെ, നേരെ പോയാ പോരെ. ആ കണ്ടത് ഇനി അത് അങ്ങനെ പോകുന്നത് ഇങ്ങനെ വരുന്ന ആരോ 15 പെടുത്തനുണ്ടോ. അപ്പം ചോദിച്ചു ആവില്ലോ, ഉള്ള കായ് വസ്തു വാങ്ങി വെച്ചു. 43 ഉറുപ്പ പെണ്ണുങ്ങൾ കൊടുത്തതാ. അപ്പൊ 1.5 മാസം ഈ റമദാൻ വന്നൊരു കൊല്ലത്തുമ്പോ മുട്ടാൻ പോവാണ്. കഴിഞ്ഞ റമദാന്റെ അടുക്കളത്തെ അയാളെ ചേട്ടപ്പച്ചിന് ഇതുവരെ വാങ്ങിയിട്ടില്ല. ചന്തിക്കട് കയറി വരുമ്പോ അവിടുന്ന് നോക്കിയിട്ട് പറയുന്നത് നല്ല ഉണ്ട്, ആക്കുപോലെ വാങ്ങിയാൽ മതിയായിരുന്നു. ബൈക്കിലൊക്കെ ആണുങ്ങൾ വാങ്ങിപ്പോവും. പിന്നെ ഇയാൾ ഈ പൈച്ച് കിച്ചിട്ട് വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ബസ് എടുക്കുക, ഇങ്ങോട്ട് പോകുമ്പോൾ ബസ് എടുക്കുക. ഇപ്പൊ 43, 27 അല്ല 43, 27 43 ഉറുപ്പിട്ട് പോകുന്ന ആള് 27. അങ്ങോട്ട് പോകുമ്പോൾ ബസ്സിൽ ആയിക്കോട്ട് കൈ റമദാൻ വന്ന ഒരു കൊല്ലം അയാളൊരു പച്ചിനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാളെ മുഖത്തൊക്കെ പറയാം. അയാൾ നമ്മളെ എവിടെ ഉള്ളതായാലും അല്ലെങ്കിൽ 10 ഉറുപ്പ് കയറും, അല്ലെങ്കിൽ 10 ഉറുപ്പ് കുറയും, ഇത്രേ വരുള്ളൂ. നമ്മളെ ആവശ്യത്തിന് സാധനം വാങ്ങാൻ വരുമ്പോ നമ്മളത് മട്ടം പോലെ വാങ്ങി പോട്ടെ. അതിന് അയാളെ പറ്റില്ല. നമുക്ക് ചേട്ടൻ കൊണ്ടോ ആ ഒരു ചെനിയും പാലും കൊള്ള ഒരു പച്ചിനെ അക്കാ ചെറുക്ക ആ മജ്ജത്ത് കാട്ടിൽ ഒന്നും ഒഴിവാക്കട ചങ്ങായി. തമാസ പറയുന്നു. മജ്ജത്ത് ചോദിച്ചോ എനിക്ക് ആവശ്യമില്ലായിട്ടാ, ആവശ്യമില്ലായിട്ടാ ഞാൻ വന്നാ ഈ ആവശ്യത്തിന് വെച്ചാൽ വെറുതെ കളിയൊക്കെ ചോദിച്ചാ ഏതാണ് ഇതോ ഈ തോലൊക്കെയോ ഇത് വേണ്ടടാ, ഇത് കാക്കിച്ചെത്തി വെച്ചു ഇതല്ലേ, ഇതല്ലേ എന്തായാലും ചോദിച്ച മോനെ. അതല്ലേ ഒഴിവായിക്കട. 2 ദിവസം കഴിഞ്ഞാൽ അവിടെ പിജി വരും. അല്ല ഞാനിവിടെ ചോദ്യം ചോദിച്ചോട്ടെ, എന്നിട്ട് എനിക്ക് ഇവിടെ പണി ഇച്ചി പണി ഇവിടെ കന്നുക്കാൻ അല്ല ഞാൻ ഇച്ചിവിടെ കന്നുക്കാൻ വന്ന ഇച്ച് എന്തിനു വന്നാ എന്നാ സ്ഥലം കൂടെ സ്ഥലം കൂടെ ഇന്നലെ എന്റെ പേര് ചെന്നു, എന്റെ പേര് ഇന്നേ ചെന്നു നേരെ വെള്ളം കൊടുക്കടി. അപ്പൊ മഞ്ചത്തിന്റെ നട്ടിലെടുക്കുക സമാധാനത്ത് വെള്ളം കൊടുക്കടി. അത് എന്തായാലും അക്കത്ത് വിചാരിച്ച് തോത്തുക്കട്ടെ, തോക്ക് പോലെ കൊണ്ടുപോ. ആ ചവന്ന് മുക്കൂല എന്താ പറയാ എനിക്ക് എവിടെ പോണു വാങ്ങി തരാം കൊടുക്കണോ. എനിക്ക് വേണ്ടി കൊടുത്താ മതി, ലീവ് കൊടുക്കണ്ട. പറഞ്ഞോക്കട്ടെ, പറഞ്ഞോക്കണം. എരുമ സുഖം കറക്കാനല്ല സുഖം ഇവിടെ ഇരുമ്പ് കൊടുത്തേട്ടാൻ പറ്റില്ല. അവിടെ ഈ എരുമാള്